മുഖ്യമന്ത്രി പിണറായി വിജയൻ VSനെ കാണാനെത്തി. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതാം. കാരണം ഒരു മെഡിക്കൽ ബുള്ളറ്റിനോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണമോ വേണ്ടിവരും. മുൻ മുഖ്യമന്ത്രിയാണ് VS, ഒപ്പം CPMൻ്റെ മുതിർന്ന നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ പ്രോട്ടോകോൾ പലത് പാലിക്കാനും കൂടി ഉണ്ടാവും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു വ്യക്തമായ ചിത്രം ഉണ്ടാകുമെന്ന് കരുതാം. അരുൺ തുടരുന്നുണ്ട്. അരുൺ, മുഖ്യമന്ത്രി എന്തായാലും വന്നതിന് ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടില്ലെങ്കിൽ കൂടിയും ഇതിലൊരു ഔദ്യോഗിക വിശദീകരണം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഇന്നലെ മകൻ VA അരുൺകുമാർ പങ്കുവച്ച കാര്യം മാത്രമാണ് തൽക്കാലം നമുക്ക് മുന്നിലുള്ളത്. മറ്റ് ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ? അതുതന്നെയാണ്, ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോഴുള്ള വിവരവും ആശുപത്രി അധികൃതരോടുമായി സംസാരിക്കുമ്പോഴുള്ള വിവരം, പക്ഷെ അതൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതാണ് ആവശ്യം. കാരണം നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, CPM രൂപീകരിച്ച നേതാവാണ്. ആ നേതാവ് മുൻ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ചികിത്സയിൽ തുടരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അറിയാനുള്ള അവകാശം, അതിനുള്ള താല്പര്യവും ആശങ്കയും ഒക്കെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ഒക്കെ ഉണ്ടാകും. അതിതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മുഖ്യമന്ത്രി സന്ദർശന ശേഷം അത്ര വിവരം പുറത്തുവിടാനായിരിക്കും ആശുപത്രി അദ്ദേഹം ആലോചിക്കുക. കുടുംബാംഗങ്ങളുടെ കൂടി അനുമതി അതിന് ആവശ്യമാണ്. കാരണം അവരുടെ നിയന്ത്രണത്തിലാണ് സ്വാഭാവികം VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മാന്യത പാലിക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ. പക്ഷേ നിരന്തര സമ്മർദ്ദമുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൃത്യമായ വിവരം പുറത്തുവിടണമെന്ന ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് അല്പസമയത്തിനകം ഉണ്ടായേക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി സന്ദർശിച്ച് മടങ്ങിയ ശേഷം ഇതിനകം തന്നെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരിക്കണം. 10:30 മെഡിക്കൽ ബോർഡ് യോഗം ചേരുമെന്നാണ് അറിയിച്ചിരുന്നത്. ആ മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും. എന്താണ് VSന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അദ്ദേഹം മരുന്നുകളോട് എങ്ങനെ പ്രതികരിക്കുന്നുണ്ട്, ചികിത്സയാണ് അദ്ദേഹത്തിന് നൽകുന്നത്, അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയായി തുടങ്ങിയ വിശദമായ ഒരു മെഡിക്കൽ ബുള്ളറ്റിനാണ് ആശുപത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നും അറിയേണ്ടതുണ്ട്. കാരണം സ്വാഭാവികമായും അത്തരത്തിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചാകുമ്പോൾ പാർട്ടി നേതൃത്വമാണ് ആ തരത്തിലുള്ള വിശദീകരണം കൂടി നടത്തേണ്ടത്. ഏതായാലും മുഖ്യമന്ത്രി സന്ദർശനത്തിന് ശേഷം അത്തരം വിശദീകരണം ഉണ്ടാകും. മുഖ്യമന്ത്രി ഇപ്പോൾ VSനെ സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, VSന്റെ കുടുംബാംഗങ്ങൾ, മകനും മരുമകൻ ഡോക്ടർ തങ്കരാജും ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം ഇന്നലെ തന്നെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ആശുപത്രിക്കുള്ളിൽ മുഖ്യമന്ത്രി അകത്തേക്ക് പോയിട്ട് 5 മിനിറ്റോളമാകുന്നു. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തു വന്ന ഈ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഒരു വിശദീകരണം നടത്തിയേക്കും. അല്ലെങ്കിൽ ആ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്ന മെഡിക്കൽ ബോർഡിന്റെ വാർത്താക്കുറിപ്പും മെഡിക്കൽ ബുള്ളറ്റിനും വൈകാതെ പുറത്തു വന്നേക്കും. ഏതായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ അല്പം മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോഴും 102 വയസ്സാകാൻ പോകുന്ന ആളാണ്. അത്രയധികം കടുത്തൊരു ഹൃദയാഘാതം വരുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാൻ എത്ര ദിവസം എടുക്കും, എങ്ങനെ അത് മറികടന്ന് വരും, ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ എന്തെന്ന കാര്യത്തിലൊക്കെ വലിയ ആശങ്കകളുണ്ട്. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിൻ വളരെ പ്രധാനമായി തീരുന്നത്. ഏതായാലും തൽക്കാലത്തേക്ക് VSന് മറ്റു ചികിത്സ നൽകാനോ മറ്റേതെങ്കിലും സർക്കാർ ആശുപത്രികളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂടുതൽ സൗകര്യ ആശുപത്രിയിലേക്കോ മാറ്റാനുള്ള ആലോചനയില്ല. അതിന് കാരണം ഇവിടെ തന്നെ മതിയായ ചികിത്സ കഴിഞ്ഞ കുറേ നാളുകൾ അദ്ദേഹം ഇവിടെയാണ് ചികിത്സിക്കുന്നത്. നേരത്തെ സമീപത്ത് തന്നെയുള്ള മറ്റൊരു ആശുപത്രിയായിരുന്നു. പക്ഷേ ഇവിടെ ഈ സ്ട്രോക്ക് വന്ന ശേഷം ശ്രീചിത്ര ചികിത്സ പൂർത്തിയാക്കി അദ്ദേഹം ഇവിടേക്കാണ് പിന്നീട് ചികിത്സയ്ക്ക് എത്തുന്നത്. എല്ലാ ദിവസവും കൃത്യമായ അദ്ദേഹത്തിന് ആരോഗ്യം പരിശോധിക്കാറുണ്ടായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ ഈ നെഞ്ചിന്റെ എക്സ്റേ അടക്കം, അതായത് ഈ കഫക്കെട്ട് അടിക്കടിക്ക് VS ഉണ്ടാകാറുണ്ട്. അത്തരം ചികിത്സകൾ ഉണ്ടാകുന്നുണ്ട്. 2 ദിവസം, അതായത് ഇന്നലെ ഹൃദയാഘാതം ഉണ്ടാകുന്ന തലേ ദിവസവും അദ്ദേഹത്തെ ഇവിടെ എത്തി നെഞ്ചിന്റെയും മറ്റും എക്സ്റേ ഒക്കെ എടുത്തിരുന്നു. കഫക്കെട്ട് മാറിയോ എന്നറിയാനുള്ള ചികിത്സയൊക്കെ നടത്തിയിരുന്നു. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് തന്നെയാണ് ചികിത്സ നടത്തിയത്. അതിനുശേഷമാണ് ഇന്നലെ വീണ്ടും ഇത്തരമൊരു ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ VSന്റെ ആരോഗ്യനില വീണ്ടും മോശമാകുന്നത്. ഇവിടെ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൃത്യമായ വിവരമുള്ള ഡോക്ടർമാരുടെ സംഘമുണ്ട്. അവരാണിപ്പോൾ അദ്ദേഹത്തെ പരിശോധിക്കുന്നത്. കൂടുതൽ എല്ലാ വിഭാഗങ്ങളിലെയും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും VSന്റെ ആരോഗ്യത്തിന്റെ കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോഗ്യ അവസ്ഥയും മറികടന്ന് VS വീണ്ടും സജീവമാകാൻ കഴിഞ്ഞാൽ പോലും
VS ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിനൊപ്പമുള്ളവരും കുടുംബാംഗങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ സന്ദർശനം തുടരുകയാണ്. അതിനുശേഷം ഒരുപക്ഷെ അദ്ദേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ആശുപത്രി അധികൃതരിൽ നിന്ന് ഇതിന്റെ കൃത്യമായ വിശദാംശങ്ങൾ VSന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്ത് എന്ന് വ്യക്തമാകും എന്നാണ് മനസ്സിലാകുന്നത്. ശരി, അരുൺ സൂചിപ്പിച്ചതുപോലെയാണ് സാഹചര്യം. എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം മടങ്ങി വരുമ്പോൾ നമുക്ക് അപ്പോഴേക്കും മടങ്ങി വരാം. മുഖ്യമന്ത്രി ഇപ്പോൾ ആശുപത്രി അധികൃതരും ഒപ്പം കുടുംബാംഗങ്ങളുമായൊക്കെ രോഗവിവരങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.